ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഹെഡിങ് കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സാരിയിൽ ഏറ്റവും ഭംഗിയാക്കിയിട്ട് നിർത്താൻ പറ്റാവുന്ന ഒരു പുതിയ ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അത് എല്ലാ ടൈപ്പ് ആളുകൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല വണ്ണമുള്ളവരായാലും മെലിഞ്ഞവരായാലും ഹൈറ്റ് കൂടുതലുള്ളവരായാലും ഹൈറ്റ് കുറവുള്ളവരായാലും ഏത് തരം ബോഡി ലാംഗ്വേജ് ആയാലും യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, ഒപ്പം തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ഷിഫോണിൽ വർക്കുള്ള ഒരു സാരിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാരിക്ക് നമ്മൾ വിത്ത് ബ്ലൗസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഉള്ളിലേക്ക് നമുക്ക് വിത്ത് ബ്ലൗസ് എടുത്ത് ഉപയോഗിച്ചത് കൊണ്ട് സാരിക്ക് ബ്ലൗസ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കത് പാകമല്ലെങ്കിലും ആ ബ്ലൗസ് നമ്മൾ ഉപയോഗിച്ച സമയങ്ങളിൽ വിത്ത് ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ലൈനിങ് ഇട്ട് ഉപയോഗിച്ചിരുന്നു. നമ്മൾ തയ്ച്ചെടുത്തത് ഇതിലത്തെ സാരി ബ്ലൗസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാരിക്ക് നല്ല ലെങ്ത്ത് കുറയും. അതായത് ഒരു 6 മീറ്ററുള്ള സാരി ഒരു 5.5 മീറ്ററായി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാരി ഉടുക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗത്തേക്ക് ഞെറി വരില്ലേ, പ്ലീറ്റ്സ് വരില്ലേ, അപ്പോൾ ആ ഭാഗത്തേക്ക് ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഞെറിയിടാനും അതിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ സാരിക്ക് ലെങ്ത്ത് കൂടുതലുണ്ടായിരിക്കണം. നമ്മൾ വിത്ത് ബ്ലൗസ് വന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സാരിക്ക് ആവശ്യത്തിനുള്ള ലെയേഴ്സ് കിട്ടില്ല. ഇത് ഷിഫോണിൽ വർക്കുള്ള സാരിയൊക്കെ ആണെങ്കിൽ വളരെയധികം ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അപ്പോഴാണ് എത്രത്തോളം കൂടുതൽ പ്ലീറ്റ്സ് ഇടാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് ആ സാരിക്ക് ഭംഗി കൂടും. ഏത് ബോഡി ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ല കേട്ടോ, അവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതേസമയം നമ്മൾ ഹൈറ്റും ഒരുപാട് സൈസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വിത്ത് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സാരിയുടെ നീളം കുറയുമ്പോൾ നമുക്ക് സാരി ഒരു ചുറ്റി കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള മുട്ടിന് താഴേക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുന്ന പ്ലീറ്റ്സ് ഇടൽ കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാനായിട്ടും ഹിപ്പിൻ്റെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാനായിട്ടും അവിടെയൊക്കെ വരുന്ന പ്ലീറ്റ്സുകളുടെ എണ്ണം കുറയും. അത് കുറയുമ്പോൾ നമുക്ക് സാരിക്ക് ഭംഗി കുറയും. അപ്പോൾ അത് നമുക്ക് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഇരിക്കുന്ന കോട്ടൻ്റെ മെറ്റീരിയൽസ് എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ ബ്ലൗസ് പീസിൻ്റെയോ എന്തെങ്കിലും ലൈനിങ് പീസോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ജോയിൻ ചെയ്ത ശേഷം, കാര്യം സാരിയുടെ കറക്റ്റ് നീളം വീതി നമുക്ക് എന്തായാലും കിട്ടില്ല. നമ്മൾ ബ്ലൗസ് പീസ് എടുക്കണമെന്ന് വെച്ചാൽ ബ്ലൗസ് പീസിന് അപ്പോൾ നമുക്ക് ഏപ്പ് വെച്ച് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ഏപ്പ് വെച്ച് ജോയിൻ ചെയ്യുന്ന ട്രിക്കാണ് നമ്മളിത് കാണിക്കുന്നത്. അപ്പോൾ അത് ഉള്ളിൽ നമ്മൾ ഇന്നറിലാണ് കേട്ടോ വെക്കുന്നത്, ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്താണ് വെക്കുന്നത്, മുന്താണിയുടെ ഭാഗത്തല്ല ഇൻസൈഡിലാണ് വെക്കുന്നത്. നല്ല വശം വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ സ്റ്റിച്ച് കാണാത്ത അടിപ്പാണ്, നിങ്ങൾക്കിത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സ്റ്റിച്ച് കാണാത്ത അടിപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുൻഭാഗത്തേക്ക് ആയാലും ഉൾസൈഡിലേക്ക് ആയാലും നമ്മൾ ഷർട്ടിങ്ങിൻ്റെ സൈഡ് ഭാഗത്ത്, റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ സൈഡ് ഭാഗത്ത് എന്താ പറയുക, സ്റ്റിച്ച് ഒട്ടും കാണില്ലല്ലോ. ആ സ്റ്റിച്ചിൻ്റെ തയ്യൽ തുമ്പ് ഒട്ടും കാണാത്ത രീതിയിൽ അതുപോലത്തെ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടിപ്പ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മൾ കൊടുക്കാം കേട്ടോ. അത് അങ്ങനെയാണ് നമ്മൾ ജോയിൻ പീസുകൾ നമ്മൾ രണ്ട് പീസ് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉൾസൈഡിലേക്കുള്ള തുണി നമ്മൾ എന്താ ചെയ്തെടുക്കുന്നത്, ശരിയാക്കി എടുക്കുന്നത്. ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് ഒരു 4-5 പ്ലീറ്റ്സ് കിട്ടാവുന്ന നീളമുള്ള തുണികൾ എടുത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം പ്ലീറ്റ്സ് വേണോ അത്രത്തോളം നിങ്ങൾ തുണി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പറ്റാവുന്ന സെയിം കളറിൽ സാരി പ്ലെയിൻ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചടിച്ചാലും മതിയായിരിക്കും, അത് ഉപയോഗിക്കാത്ത സാരി ആണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ 2x2 തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് സാരി. ഈ വർക്ക് സാരിക്ക് നമുക്ക് വിത്ത് ബ്ലൗസ് കട്ട് ചെയ്ത ശേഷം നമുക്ക് എന്ത് വരുന്നില്ല, എന്താ പറയുക, നമുക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വർക്ക് സാരികളാണെങ്കിൽ ഷിഫോണിൽ വർക്കുള്ളതാണോ ജോർജറ്റിൽ വർക്കുള്ളതാണെങ്കിലൊക്കെയും നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഉൾസൈഡിലേക്ക് ഒരു കുറച്ച് കൂടുതൽ എത്രത്തോളം നിങ്ങൾക്ക് പ്ലീറ്റ്സും കൂടി വേണം എന്ന് ഭംഗി വരാനായിട്ട് ഒരു 5-6 പ്ലീറ്റ്സ് എടുക്കാൻ പറ്റാവുന്ന അത്രയും നീളം കൂടുതൽ തുണി എടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യുക. അതായത് നമ്മളിപ്പോൾ 2x2 തുണിയാണ് വെച്ചേക്കേണ്ടത് ഉള്ളിലേക്ക്. അപ്പോൾ നമുക്കതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കാനും അതൊരു നല്ലതാണ്. ഈ മെറ്റീരിയലിന് കുറച്ച് ഒരു പിടുത്തം കിട്ടാനും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏത് മെറ്റീരിയലാണ് നിങ്ങളെയൊക്കെ ലഭ്യമായിരിക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളത് എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഈ ടിപ്പ് ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ആ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ആദ്യമേ തന്നെ കമൻറ്റ് ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു. താങ്ക് യു.